ബട്ടൺ ഹോൾ സ്റ്റിച്ചിന്റെ ട്യൂട്ടോറിയലാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ 2 ലൈൻ വരച്ചു കൊടുക്കണം. ആരി നീഡിൽ നമ്പർ 14ഉം സെരി ത്രെഡും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെരി ത്രെഡ് ഇതുപോലെ എൻഡ് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ക്ലോത്തിന്റെ അടിയിൽ ഈ ഒരു മെത്തേഡിൽ പിടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ലൈൻ താഴത്തെ ലൈനിൽ നിന്നും ഇതുപോലെ ത്രെഡ് എടുത്തതിന് ശേഷം നേരെ മുകളിലത്തെ ലൈനിലോട്ടേക്ക് എടുക്കുക. ഞാനിവിടെ റിവേഴ്സിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്, അത് ചെയ്യാതെയും ചെയ്യാട്ടോ. എന്നിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക. ത്രെഡ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒന്ന് ലൂസാക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതുപോലെ ഈ ഒരു താഴെ നടക്കുന്ന ത്രെഡ് നേരെ മുകളിലോട്ടേക്ക് പോയിട്ട് അവിടുന്ന് ഒരു ത്രെഡ് നമ്മൾ എടുക്കുമല്ലോ, ഒരു ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നതിന് നേരെ താഴോട്ടേക്ക് കൊണ്ടുവരും. ഇതുപോലെ ഇത്രയും നീളത്തിന് ചെയിൻ സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിങ്ങനെ തുടക്കത്തിൽ തന്നെ ഇവിടുന്ന് ഇങ്ങനെ കുത്തി എടുക്കുമ്പോൾ തന്നെ നേരെ താഴോട്ടേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഗ്യാപ്പ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ചിൻ്റെ ഒരു രീതിക്ക് വരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതേ മെത്തേഡ് തന്നെയാണ് സാറ്റിൻ സ്റ്റിച്ചിനും വരുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടൺ ഹോളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ മാത്രമാണ് ഇതുപോലെ ലോക്ക് കാണുന്നത്. ഇനി സാറ്റിൻ സ്റ്റിച്ചായിട്ട് ചെയ്യുമ്പോഴത്തേക്കും താഴെയും മുകളിലുമായിട്ട് ലോക്ക് വരും. ആ ഒരു സ്റ്റിച്ച് അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബട്ടൺ ഹോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഉപയോഗിച്ചൊരു ഫില്ലിംഗ് വർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്ലവറിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ലീഫും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്നും ഹാഫ് ലോഡ് സ്റ്റിച്ച് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ.